إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നതിനു ശേഷം പല നാടുകളിലും ദഅവത്ത് അത് ശക്തമാക്കി. അഥവാ ഇസ്ലാമിലേക്ക് ഓരോ ആളുകളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിക്കാൻ തുടങ്ങി. പല ആളുകളും കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നിലനിന്ന പല രാജ്യങ്ങളിലേക്കും കത്തുകളും അതുപോലെ തന്നെ എഴുത്തുകളും അയച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് അവരോട് വിളിച്ചോതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുമായി പല സഹാബിമാരും ഓരോ നാടുകളിലേക്കും യാത്ര തിരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റോമിലേക്ക് ഹിറക്കൽ ചക്രവർത്തിയുടെ അടുക്കലേക്ക് ദിഹ്യത്തുൽ കൽബി എന്ന് പറയുന്ന സഹാബിയെ അയച്ചു. നമുക്കറിയാം, ദിഹ്യത്തുൽ കൽബി എന്ന് പറയുന്ന സഹാബി വളരെ മനോഹരമായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം സുന്ദരനായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സഹാബിയുടെ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റോമിനെ കുറിച്ചും റോമക്കാരെ കുറിച്ചും നന്നായി അറിയുന്ന വ്യക്തിത്വമാണ് ദിഹ്യ. പേർഷ്യയിലേക്ക് അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചു. ആളുകൾ സഹാബിമാർ ധൈര്യത്തിന് പറഞ്ഞിരുന്ന, അഥവാ ധൈര്യം എന്ന് പറഞ്ഞാൽ അത് അബ്ദുല്ലാഹ് ബിൻ ഹുദാഫയുടേതാണ് എന്ന് സഹാബിമാർ ഉദാഹരണം പറഞ്ഞിരുന്ന സഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ. ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, ബുദ്ധിയും കഴിവുമുള്ള പല സഹാബിമാരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ രാജാക്കന്മാരുടെ അടുക്കലേക്ക് നിയോഗിച്ചു. ഇതിൽ ബുസ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഹാരിസ് ബിൻ ഉമൈർ അൽ അസ്ദി എന്ന് പറയുന്ന സഹാബിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചു. അള്ളാഹുവിന്റെ ഏകത്വത്തെ പറ്റി പറയുന്ന കത്തും അതിൽ പല കാര്യങ്ങളും ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്ന സഹാബിയെ അഥവാ ഹാരിസ് ബിൻ ഉമൈറിനെ ബുസ്റയിലേക്ക് അയച്ചു. പോകുന്നതിനിടെ യാത്രാമധ്യേ ശുറഹ്ബീൽ ബിൻ അംർ എന്ന് പറയുന്ന ഒരാൾ ഹാരിസ് ബിൻ ഉമൈറിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, മദീനയിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുമായി ബുസ്റയിലേക്ക് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അത് എഴുതി വെച്ച കത്തുമായി ഞാൻ ബുസ്റയിലേക്ക് യാത്ര തിരിച്ചതാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടുത്ത ശത്രുതയുള്ള ശുറഹ്ബീൽ എന്ന ക്രിസ്ത്യാനിയായ അന്ന് റോമ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഗവർണറായ ശുറഹ്ബീൽ എന്ത് ചെയ്തു? ഹാരിസ് ബിൻ ഉമൈറിനെ കെട്ടിയിടുക മാത്രമല്ല, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഹാരിസ് ബിൻ ഉമൈറിനെ കൊന്നുകളഞ്ഞു. സഹോദരങ്ങളെ, അന്ന് നിലനിന്നിരുന്ന കാര്യമായിരുന്നു ഇസ്ലാമിനെ അതല്ല എങ്കിൽ ഓരോ ആളുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ പോവുകയാണെങ്കിൽ അയാളെ കൊന്നുകളയാൻ പാടില്ല എന്ന് അന്ന് തന്നെ നിയമമുണ്ടായിരുന്നു. കാരണം എന്തെന്നാൽ സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിലും ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ ജൂതന്മാർക്കും ഭരണമുണ്ടായിരുന്നു.
അതിനാൽ തന്നെ ഈ രൂപത്തിലുള്ള കാര്യം ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം ആ ദീൻ ഇപ്പോഴും ഈ നിയമം തന്നെയാണ് അതിലുള്ളത്. അഥവാ ഒരാളെയും കൊന്നുകളയാൻ പാടില്ല. ഒരാൾ ഒരു കാര്യവുമായിട്ടാണ് വരുന്നത് എങ്കിൽ, പ്രതിനിധീകരിച്ചാണ് വരുന്നത് എങ്കിൽ അയാളെ കൊന്നുകളയാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ വിവരം ലഭിച്ചു. അഥവാ ഈ സഹാബിയെ കൊന്നുകളഞ്ഞു എന്ന വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അത് വന്നെത്തി. നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബിമാർക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രയാസമായി മാറും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു സ്വഹാബിമാരോട് പെരുമാറിയിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല. അവിടുന്ന് കോപിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ഈ കാര്യം പറഞ്ഞു. അഥവാ ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് അവിടെ വെറുതെ ഇരിക്കാൻ സാധിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ സഹാബിമാരോട് പറഞ്ഞു, നമുക്ക് യുദ്ധത്തിന് പോകണം, അവരോട് പകരം ചോദിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉടനെ തന്നെ സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു കാര്യം ചിന്തിക്കാനില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പറഞ്ഞത് അതാണ് സഹാബിമാരുടെ അവസാനത്തെ വാക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റോമക്കാർക്കെതിരെ നമുക്ക് യുദ്ധം ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഹോദരങ്ങളെ, അന്ന് നിലനിന്നിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാണ് റോം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്രയും വലിയ സൈന്യമാണ് അവർക്കുള്ളത്. എന്നാൽ മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും വളരെ വിരളം ആളുകൾ മാത്രം. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സഹാബിമാർക്ക് അതൊരു ഭയമുണ്ടാക്കിയില്ല. അഥവാ റോമെന്ന് കേട്ടപ്പോൾ അവരാരും പിന്തിരിഞ്ഞില്ല. 3000-ഓളം വരുന്ന സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നമുക്ക് അവരോട് പകരം ചോദിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ സഹാബി അവരെ ആരെയും യുദ്ധം ഉദ്ദേശിച്ചു പോയതല്ല, അവരെ പ്രയാസപ്പെടുത്തണമെന്ന് കരുതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചതല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പകരം ചോദിക്കണമെന്ന് 3000-ഓളം സഹാബിമാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ പങ്കുചേർന്നു. അവർ ജുർഹ് എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ചു. സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് വന്നുകൊണ്ട് യുദ്ധത്തിന് പങ്കെടുക്കുന്ന സഹാബിമാർക്ക് ചില ഉപദേശങ്ങൾ നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവെയുള്ള ശൈലിയാണ്, സഹാബിമാർ എവിടേക്കെങ്കിലും പോകുമെങ്കിൽ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ നൽകുമെന്നുള്ളത്. ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ അമീർ, നിങ്ങളുടെ നേതാവായി ഉണ്ടാവുക സെയ്ദ് ബിൻ ഹാരിസ് ആണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നാൽ സഹോദരങ്ങളെ, അതിനുശേഷം പതിവിന് വിരുദ്ധമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണത്? ഇൻ ഉസീബ സെയ്ദുൻ ഫജഅഫർ ബിൻ അബി താലിബ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സെയ്ദിന് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ പിന്നീട് അമീറായി മാറുക ജഅഫർ ബിൻ അബി താലിബ് ആണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നിർത്തിയില്ല. ഇനി ഇൻ ഉസീബ ജഅഫർ ഫഅബ്ദുല്ലാഹ് ബിൻ റവാഹ, ഇനി ജഅഫർ ബിൻ അബി താലിബ് മരണപ്പെടുകയാണെങ്കിൽ, ഷഹീദാവുകയാണെങ്കിൽ അതിനുശേഷം അബ്ദുല്ലാഹ് ബിൻ റവാഹയായിരിക്കും മുസ്ലിമീങ്ങളുടെ അമീറായിട്ടുണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. പൊതുവെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു അമീറിനെയാണ് നിശ്ചയിക്കാറുള്ളത്. എന്നാൽ ഈ യുദ്ധത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 അമീറുമാരെ നിശ്ചയിച്ചു. സഹാബത്ത് റസൂലിനോട് മറുത്തൊന്നും പറഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പറഞ്ഞത് അത് കേട്ടു. എന്തുകൊണ്ട് 3 പേരെയാക്കി എന്നൊന്നും സഹാബത്ത് ചോദിച്ചില്ല. അങ്ങനെ സഹോദരങ്ങളെ, സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സഹാബത്ത് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ആ പോകുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടായി പറഞ്ഞു, ഉഖ്സു ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ യുദ്ധത്തിലേക്ക് പുറപ്പെടുക. വഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അത് വിളിച്ചോതിയതിന്റെ പേരിൽ നമ്മുടെ ഒരു സഹാബിത കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരോട് പകരം ചോദിക്കാനിതാ നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം നമ്മൾ ഓരോ ആളുകളും ശ്രദ്ധിച്ചു കേൾക്കേണ്ടതുണ്ട്. റസൂൽ അവിടുന്ന് യുദ്ധത്തിന് പോകുമ്പോൾ പോലും അനീതി കാണിക്കാൻ പാടില്ല എന്ന പല വാക്കുകളുമാണ് പറഞ്ഞത്. ആരെയും അന്യായമായി നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു യുദ്ധത്തിനാണ് പോകുന്നത്, സ്വന്തം കൂട്ടത്തിലുള്ള ഒരാളെ കൊലപ്പെടുത്തിയതിന് പകരം ചോദിക്കാനാണ് പോകുന്നത് എങ്കിൽ കൂടി അന്യായമായി നിങ്ങൾ ഒരാളെയും കൊല്ലാൻ പാടില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ വധിച്ചത് കാരണത്താലാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്, അതിനാണ് നമ്മൾ പോകുന്നത്. ഒരാളോടും അന്യായമായി നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. ഖാതിലു മൻ കഫറ ബില്ലാഹ്,
അള്ളാഹുവെ നിഷേധിച്ച ആളുകളോട് മാത്രം നിങ്ങൾ യുദ്ധം നടത്തുക. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വഞ്ചന കാണിക്കാൻ പാടില്ല, നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. വലാ തഖ്തുലു വലീദ, നിങ്ങൾ ചെറിയ കുട്ടികളെ കൊല്ലാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണിത്. ഇത്രയും നല്ല സൈന്യത്തെ ലോകത്ത് മറ്റേത് ചരിത്രങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഇത്രയും നല്ല സൈന്യത്തെ, ഇത്രയും നീതിയോടുകൂടി പെരുമാറുന്ന ഒരു സൈന്യത്തെ ലോകത്തിൽ നമുക്ക് മറ്റേതാണ് കാണാൻ സാധിക്കുക? കുട്ടികളെ വധിക്കരുത് എന്ന് പറയുന്ന സൈന്യം, അതുപോലെ തന്നെ വഞ്ചന കാണിക്കരുത് എന്ന് പറയുന്ന സൈന്യം. അതാണ് സഹോദരങ്ങൾ ഇസ്ലാം, അതാണ് സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾ. മറ്റു ചില റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അവിടെ കായ്ക്കുന്ന പഴങ്ങളും മറ്റുമുള്ള വൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടാൻ പാടില്ല. അതുപോലെ തന്നെ വൃദ്ധന്മാരെ നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നിങ്ങളോട് ആരാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത്, അവരോട് മാത്രം നിങ്ങൾ യുദ്ധം ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുപോലുള്ള സൈന്യത്തെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? സഹോദരങ്ങളെ, നമ്മൾ കാണുന്നില്ല ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവരിൽ പല ചെറിയ കുട്ടികളെയും ജൂതന്മാർ അവരിതാ ഒരു കാരുണ്യവുമില്ലാതെ കൊന്നുകളയുകയാണ്. അതുപോലെ തന്നെ വൃദ്ധന്മാരെയും സ്ത്രീകളെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ ഗസയിലുള്ള ആളുകൾ ജൂതന്മാർ വധിച്ചു കളയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാമിന്റെ മേന്മ. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഇസ്ലാമിന്റെ മേന്മ നമ്മൾ യഥാവണ്ണം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം. എന്താണ് ഇസ്ലാം എന്നുള്ളത് നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാം എന്നുള്ളത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ആളുകളും സഹോദരങ്ങളെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഇങ്ങനെ പല ഉപദേശങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം മഹാനായ സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി അമീറായി നിശ്ചയിച്ച അബ്ദുല്ലാഹ് ഇബ്നു റവാഹ അവിടുന്ന് കരയാൻ തുടങ്ങി. അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. സഹാബിമാർ ചോദിച്ചു, മാ യുബ്കീക യാ റവാഹ, എല്ലയോ റവാഹ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ, അങ്ങ് എന്താണ് കരയിപ്പിച്ചത്? എന്തിനാണ് അങ്ങ് കരയുന്നത്? അവിടുന്ന് മറുപടി പറഞ്ഞു, മാ ബി ഹുബ്ബുദ്ദുനിയ വലാ സ്വബാബത്തുൻ ബികും, എനിക്കൊരിക്കലും ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ കരയുന്നത്, അതല്ല എങ്കിൽ നിങ്ങളോടൊപ്പം ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടല്ല ഞാൻ കരയുന്നത്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാണ് സഹോദരങ്ങളെ ആയത്ത്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിങ്ങൾ ഓരോ ആളുകളും നരകത്തിന്റെ അടുത്ത് വന്നെത്തുക തന്നെ ചെയ്യും. ഓരോ ആളുകളും സഹോദരങ്ങൾ, നമ്മൾ ഓരോ ആളുകളും നരകത്തിന്റെ അടുത്ത് വന്ന് നിൽക്കും. അത് അള്ളാഹുവിന്റെ അടുക്കൽ നിശ്ചയമായ കാര്യമാണ് സഹോദരങ്ങൾ. നമ്മൾ ഓരോ ആളുകളും അതിന്റെ അടുത്ത് വന്ന് നിൽക്കുമെന്ന ആയത്ത് ആ സഹാബിയെ കരയിപ്പിച്ചു. ഈ ഒരു ആയത്താണ് എന്നെ കരയിപ്പിച്ചത് എന്ന് പറഞ്ഞു. എന്തായിരിക്കും ഞാൻ നാളെ നരകത്തിന്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്, ദുനിയാവിനെ ഓർത്തുകൊണ്ടല്ല. ഞാൻ ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്റെ കുടുംബം എന്താകുമെന്ന് ആലോചിച്ചുകൊണ്ടല്ല, എന്റെ സമ്പത്ത് എന്താകുമെന്ന് ആലോചിച്ചുകൊണ്ടല്ല, മറിച്ച് നരകത്തിന്റെ അവസ്ഥ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ആ സഹാബി പറഞ്ഞപ്പോൾ മറ്റു സഹാബിമാർ അബ്ദുല്ലാഹ് ഇബ്നു റവാഹയോട് പറഞ്ഞു, സ്വഹിബകുമുല്ലാഹു ബിസ്സലാമ വദഫഅ അൻകും വറദ്ദകും ഇലൈനാ സാലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേ സംരക്ഷിക്കട്ടെ, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ നമ്മിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഒരു പ്രയാസവും ഇല്ലാതെ എത്തിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മനോഹരമായ ഒരു മറുപടി പറയുകയാണ്. എന്താണ് സഹോദരങ്ങളെ അത്? വലാകിന്നനി അസ്അലു റഹ്മാന മഗ്ഫിറ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആരംഭിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? ഞാൻ റബ്ബിന്റെ മഗ്ഫിറത്തും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത്, രക്തസാക്ഷിത്വമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിനി ദുനിയാവിലേക്ക് തിരിച്ചു വരേണ്ടതില്ല എന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ അവിടുന്ന് പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, ഇത് ഈ രൂപത്തിൽ അവിടുന്ന് പറയുകയും അങ്ങനെ അവർ യാത്ര തിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, അസ്തൗദിഉല്ലാഹ ദീനകും വ അമാനതകും വ ഖവാതീമ അമാലികും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണിത്. ഒരാൾ യാത്ര പോവുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിച്ചു വെക്കേണ്ട ഒരു ദുആയാണിത്. നമ്മൾ പല ആളുകളും യാത്രക്കാരായിരിക്കാം, നമ്മുടെ കുടുംബത്തെ നാട്ടിൽ വെച്ചുകൊണ്ട് പോകുന്ന ആളുകളായിരിക്കാം. ഈ രൂപത്തിലുള്ള ദുആ നമ്മൾ മനഃപ്പാടമാക്കാൻ പരിശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ സഹോദരങ്ങളെ, അവർ സഹാബിമാർ റോമിലേക്ക് ലക്ഷ്യസ്ഥാനം ഉറപ്പിച്ച് യാത്ര ചെയ്തു. ഈ കാര്യം അഥവാ മദീനയിലെ മുസ്ലിമീങ്ങൾ റോമക്കാരെ ലക്ഷ്യം വെച്ച് വരുന്നു എന്ന കാര്യം മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ റോമക്കാർക്ക് കത്തെഴുതി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് കാലഘട്ടത്തിലും ജൂതന്മാരുടെ സ്വഭാവം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിലുള്ള ജൂതന്മാരാണ്.
എന്താണ് കരാറ്? മുസ്ലിമീങ്ങൾക്കെതിരിൽ നിങ്ങൾ മറ്റുള്ള ആളുകളെ സഹായിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കരാറ്. അവർ ലംഘിക്കുകയാണ്. ഏത് കാലഘട്ടത്തിലും ഈ രൂപത്തിലാണ് ജൂതന്മാരെ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ സഹോദരങ്ങളെ, അവർ വീണ്ടും തുടർന്ന് എഴുതിയ കാര്യം മുസ്ലിമീങ്ങളെ വെറുതെ വിടാൻ പാടില്ല, അവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് അവർ കത്തെഴുതി. റോമക്കാർക്കറിയാം മുസ്ലിമീങ്ങൾ 3000 ആളുകളാണ് വരുന്നത് എങ്കിൽ തിരിച്ചു 3000 ആളുകൾ അവരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ വകവരുത്താൻ സാധിക്കില്ല എന്ന് റോമക്കാർക്കറിയാം. അങ്ങനെ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ആദ്യം പറഞ്ഞു വെച്ചതുപോലെ അന്ന് നിലനിന്ന ഏറ്റവും വലിയ സാമ്രാജ്യം, ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ സൈന്യം അത് റോമാണ്. അവർ ഒരുക്കി വെച്ചത് 1,00,000-ഓളം ആളുകളെയാണ്. നോക്കൂ സഹോദരങ്ങളെ, സ്വഹാബിമാർ 3000 ആളുകൾ, മറുപക്ഷത്തുള്ളത് 1,00,000-ഓളം. തീർന്നില്ല. ഇതറിഞ്ഞ, ഈ വിവരമറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന, റോമിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അവരോട് പറഞ്ഞു, നിങ്ങൾ 1,00,000 മാത്രം പോരാ, നമ്മുടെ വക 1,00,000 കൂടിയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ എത്ര പേരായി? 2,00,000 ആളുകൾ. 2,00,000 ആളുകൾ. ഇത് കഥയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ ഏറ്റവും സഹീഹായ സനദോടുകൂടി വന്ന കാര്യമാണ്. ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഈ കാര്യങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗത്തിൽ ഒരു കാര്യവും നമുക്ക് പിന്നെ അത് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം, ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമായ രൂപത്തിലാണ് നമ്മുടെ അടുക്കലേക്ക് വന്നത്. കളവ് പറയാത്ത അത്രയും നീതിമാന്മാരായ പല സഹാബിമാരും നമ്മുടെ അടുക്കലേക്ക് എത്തിച്ചതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. നോക്കൂ സഹോദരങ്ങളെ, സഹാബിമാരുടെ അടുക്കലേക്ക് 2,00,000-ഓളം ആളുകളാണ് ശത്രുക്കൾ വരുന്നത്. 3000 ആളുകൾ സഹാബിമാരും. നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെ മുസ്ലിമീങ്ങൾ മആൻ എന്ന് പറയുന്ന സ്ഥലത്ത്, അഥവാ ഇന്നുള്ള ജോർദാനിലെ ഒരു സ്ഥലമാണത്, അവിടെ എത്തിയപ്പോഴാണ് മുസ്ലിമീങ്ങൾക്ക് വിവരം ലഭിച്ചത് 2,00,000 ആളുകളാണ് സൈന്യത്തിലുള്ളത് എന്നുള്ളത്. സൈന്യത്തിലുള്ളത് 2,00,000 ആളുകളാണ് എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ അടുക്കൽ വിവരമെത്തി. നോക്കൂ സഹോദരങ്ങളെ, 1, 2, 3 ഇരട്ടിയല്ല, മറിച്ച് 70 ഇരട്ടി. നമ്മൾ ആലോചിച്ച് നോക്കണം, 70 ഇരട്ടി ആളുകളാണുള്ളത്. സഹാബിമാർ എടുത്തുചാട്ടക്കാരല്ല എന്നുള്ളത് നമുക്കറിയാം. അവരെന്ത് ചെയ്തു? ഒരുമിച്ചിരുന്നു, കൂടിയാലോചന നടത്തി. എന്ത് ചെയ്യണം? പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ ചിലർ പറഞ്ഞത് ഇങ്ങനെയാണ്, മദീനയിലേക്ക് നമുക്ക് കത്തെഴുതാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു സഹാബത്തിനെ നമ്മുടെ അടുക്കലേക്ക് അയക്കട്ടെ എന്ന് ചില ആളുകൾ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, ഇത് ബുദ്ധിയല്ല, 2,00,000-ന് മുന്നിൽ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ്, നമുക്ക് തിരിച്ചു മടങ്ങാമെന്ന് മറ്റു ചിലർ. ഇങ്ങനെ സഹോദരങ്ങളെ 2 ദിവസം നീണ്ടുനിന്ന ചർച്ച. ഇതിനിടയിൽ മദീനയിൽ നിന്ന് രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു പുറപ്പെട്ടു വന്ന അബ്ദുല്ലാഹ് ഇബ്നു റവാഹ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സഹാബിമാരോട് പറഞ്ഞു, യാ ഖൗമു ഉസ്ബുതു. അവിടുന്ന് പറയുകയാണ്, അല്ലയോ സഹാബിമാരെ, നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. ഉസ്ബുതു, നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. വമാ നുഖാതിലു الناس بعدد ولا قوة ولا كثرة. നമ്മൾ ഏത് കാലഘട്ടത്തിലും ശത്രുക്കളോട് പോരാടിയിരുന്നത് ആൾബലം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, അതുപോലെ തന്നെ ധാരാളം പെരുപ്പം കൊണ്ടല്ല നമ്മൾ മറ്റുള്ള ആളുകളോട് പോരാടിയത്. മാ നുഖാതിലുഹും ഇല്ലാ ബിഹാദാ ദീൻ അല്ലദീ അക്റമന അല്ലാഹു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആദരിച്ച ഈ ദീൻ, അതാണ് നമ്മുടെ അടുക്കലുള്ള ഒരേ ഒരു ആയുധം. അതായിട്ടാണ് നമ്മൾ ഏത് സൈന്യങ്ങളുണ്ടോ അവരോടൊക്കെ നമ്മൾ ഏറ്റുമുട്ടിയത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പറഞ്ഞു. ഫൻതലിഖു ഫഇന്നമാ ഹിയ ഇഹ്ദൽ ഹുസ്നയൈൻ. നിങ്ങൾ പുറപ്പെടുക, നമുക്ക് രണ്ടാലൊരു ഹുസ്നയാണുള്ളത്, രണ്ടാലൊരു നന്മയാണുള്ളത്. ഇമ്മാ ഷഹാദ വ ഇമ്മാ നസ്ർ. ഒന്നെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത്, അതല്ല എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വിജയം. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് ഈമാൻ. ഇതായിരുന്നു സഹാബിമാരുടെ ഈമാൻ. ഒരാൾക്കും ഭയപ്പെടുത്താൻ സാധിക്കാത്ത ഈമാനുള്ളവരായിരുന്നു സഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ വാക്ക് കേട്ട സഹാബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഈമാനികമായ ഈ സന്ദേശം കേട്ട സഹാബത്ത് അവർ പറഞ്ഞു, അതെ, നമുക്ക് ഒന്നിച്ചൊന്നായി മുന്നോട്ടേക്ക് നീങ്ങാം, നമുക്ക് ഒരുമിച്ച് കൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങാമെന്ന് അവർ പറഞ്ഞു. അവർ സഹോദരങ്ങളെ മുന്നോട്ടേക്ക് നീങ്ങി മുഅ്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സഹാബത്ത് എത്തി. അവിടെ അവർ തമ്പടിച്ചു. സെയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം അണിനിരന്നു. ഏതാനും സമയത്തിന് ശേഷം റോമക്കാരും അവിടെ എത്തി. ഏകദേശം 2,00,000-ഓളം ആളുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, 2,00,000 ആളുകൾ 3000-ഓളം വരുന്ന സഹാബിമാർക്ക് മുന്നിൽ എത്ര 65 ആളുകൾ ഒരാളെ പോരാടാമെന്ന നിലക്ക് 2,00,000 ആളുകൾ ഉണ്ടെങ്കിൽ നോക്കൂ സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ചെറിയ സമയമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ വന്ന ശത്രുക്കളുടെ എണ്ണപ്പെരുപ്പം കണ്ട് അബൂ ഹുറൈറ അത്ഭുതം കൂടി. അവിടുന്ന് പറഞ്ഞു, റഅയ്തു അദദൻ വഉദ്ദതൻ വസിലാഹൻ വഖൈലൻ വദീബാജൻ വഹരീറ ഫവരിഖ ബസരി. ഇവരുടെ
കുതിരയും അതുപോലെ തന്നെ ഇവരുടെ സൈന്യങ്ങളും ഇവരുടെ ആർഭാടങ്ങളും കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് പ്രയാസമായി. അത് ഇത്രയും ആളുകൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പുതുതായി മുസ്ലിമായി വന്നയാളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി ഇത് കണ്ടതും അവിടുന്ന് കണ്ണിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അങ്ങനെ സഹോദരങ്ങളെ, അബൂ ഹുറൈറയെ കണ്ട സാബിത്ത് ബിൻ അർഖം എന്ന് പറയുന്ന സഹാബി അബൂ ഹുറൈറയോട് പറഞ്ഞു, എന്തിനാണ് നീ ഭയപ്പെടുന്നത്? എന്തിനാണ് നിനക്ക് ഇത്ര ആശ്ചര്യം? അദ്ദേഹം പറഞ്ഞു, എങ്ങനെ ആശ്ചര്യപ്പെടാതിരിക്കും? ഇത്രയും ആളുകൾ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും ഇത്രയും വലിയ സൈന്യത്തോട്? അദ്ദേഹം തിരിച്ചു മറുപടിയായി പറഞ്ഞു, ഇന്നക ലം തശ്ഹദ് അല ബദർ, നീ ബദറിൽ പങ്കെടുത്തിട്ടില്ലേ എന്ന് ഈ സഹാബി ചോദിച്ചു. സാബിത്ത് ബിൻ അർഖം അദ്ദേഹം പറഞ്ഞു, ലാ, ഞാൻ പങ്കെടുത്തിട്ടില്ല. സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നനാ ലാ നുൻസറു ബിൽ കസ്റ, നമ്മൾ ഒരിക്കലും ഏതൊക്കെ യുദ്ധങ്ങളുണ്ടോ അതിലൊന്നും നമ്മൾ ജയിച്ചത് എങ്ങനെയല്ല, ധാരാളം ആൾപ്പെരുപ്പം കൊണ്ടല്ല എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവിടുത്തെ സഹായം കൊണ്ട് മാത്രമാണ് എന്ന ആ ഈമാനിന്റെ വാചകം പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, നമുക്കറിയില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ആയത്തുകളിലാണ് മുസ്ലിമീങ്ങൾക്കാണ് വിജയമെന്ന് പറഞ്ഞത്. ഒരായത്ത് മാത്രം ഞാനിവിടെ ഓതാം. ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം നിങ്ങളെ ഒരാൾക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. നോക്കൂ സഹോദരങ്ങളെ, ശക്തമായ യുദ്ധം സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ശക്തമായ യുദ്ധം ആരംഭിച്ചു. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രകടനം കണ്ട് കാഫിരീങ്ങൾക്ക് ആശ്ചര്യമായി. എന്തൊരു ധൈര്യമാണ്, എന്തൊരു ഈമാനാണിത്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് വിളിച്ചോതുന്ന പേരിൽ അവിടുന്ന് ആർക്കും ഭയമില്ല. ശക്തമായി യുദ്ധം ചെയ്യുന്നു. 3000 ആളുകൾ വന്നുകൊണ്ട് 2 ലക്ഷത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർ ചില്ലറക്കാരല്ല എന്ന് കുഫാറുകൾക്ക് മനസ്സിലായി. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രകടനം കണ്ട് അദ്ദേഹത്തെ ധാരാളം ആളുകൾ വന്നുകൊണ്ട് കൊലപ്പെടുത്തി റളിയല്ലാഹു അൻഹു. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പള്ളിയിൽ മിമ്പറിൽ കയറിക്കൊണ്ട് അവിടെയുള്ള സഹാബിമാരോട് പറഞ്ഞു, സെയ്ദിന്റെ നേതൃത്വത്തിൽ ഇതാ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു, സെയ്ദ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബിമാരോട് പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിമാരിൽ ഒരു സഹാബി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സഹാബി സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വളരെ ശക്തമായി യുദ്ധം ചെയ്ത് ഷഹീദായി അല്ലാഹുവിലേക്ക് യാത്രയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ അമീറായി ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പതാക വഹിച്ചു. അദ്ദേഹം വളരെ ശക്തമായി യുദ്ധം ചെയ്തു. യുദ്ധ തന്ത്രങ്ങൾ കണ്ട് കാഫിരീങ്ങൾ അത്ഭുതം കൂറി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ധൈര്യത്തിന് അങ്ങേയറ്റം ഒരു ഉദാഹരണമാണ്. അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊന്ന് ചിന്തിക്കാനില്ല. അവർ ശക്തമായി യുദ്ധം ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോഴും കാഫിരീങ്ങൾ ധാരാളം ആളുകൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വലത് കൈ ഛേദിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ വലത് കൈയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത പതാകയുള്ളത്. അത് അവിടുന്ന് നിലത്തേക്കിട്ടില്ല, ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. കുഫാറുകൾ ജഅഫർ ബിൻ അബി ത്വാലിബിന്റെ ഇടത് കൈയും കൂടി ഛേദിച്ചു. അങ്ങനെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വെച്ച പതാക അവിടുന്ന് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പോരാടുകയും അങ്ങനെ ധാരാളം കുഫാറുകൾ വന്ന് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തു കളഞ്ഞു. വാളുകൊണ്ട് മുറിവുകൾ ഉണ്ടാക്കി മഹാനായ സഹാബി ജഅഫർ ബിൻ അബി ത്വാലിബിനെ കൊന്നുകളഞ്ഞു. അദ്ദേഹവും ഷഹീദായി മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ മിമ്പറിലുണ്ട്. അവരോട് കാര്യം പറഞ്ഞു, ദാ ജഅഫറും കൊല്ലപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ആരാണ് ജഅഫർ? ആരാണ് ജഅഫർ ബിൻ അബി ത്വാലിബ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നതായി കാണാം, മദീനയിലെ പാവപ്പെട്ട സഹാബിമാർക്ക് ഭക്ഷണം ഇതുപോലെ കൊടുത്ത മറ്റു സഹാബിയില്ല. ഇതുപോലെ ഭക്ഷണം കൊടുത്തിരുന്ന സഹാബി ജഅഫർ ബിൻ അബി ത്വാലിബ്. അതുമാത്രമല്ല, ഏറ്റവും അധികം ഭക്ഷണം നൽകുകയും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനെ കാണുമ്പോൾ ഇപ്രകാരം പറയാറുണ്ട്, അസ്സലാമു അലൈക യബ്ന ദൽ ജനാഹൈൻ, ഇരു ചിറകുകളുടെ മകനെ നിനക്ക് സലാം, നിനക്ക് സമാധാനം എന്ന് പറയാറുണ്ട്. എന്താണ് ചിറകിന്റെ ആളെന്ന് പറയാനുള്ള കാരണം? നമുക്കറിയാം, കാഫിരീങ്ങൾ അദ്ദേഹത്തിന്റെ ഇരു കരങ്ങളും വെട്ടി. അതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തിന് ഇരു ചിറകുകൾ നൽകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാം. നോക്കൂ സഹോദരങ്ങളെ, ദുനിയാവിൽ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരമായി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. അല്ലാഹുവിന്റെ ഖദറിൽ നമ്മൾ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളുടെ ഒരു കാര്യവും അല്ലാഹു പാഴാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചതുപോലെ മൂന്നാമത്തെ അമീറായി അബ്ദുല്ലാഹി ബിൻ റവാഹ
റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നു. അങ്ങനെ സഹോദരങ്ങളെ, ചെറുപ്പക്കാരനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. 30 ചില്ലാനം വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം കാര്യമായ ഭക്ഷണമൊന്നും 2 ദിവസമായി ഭക്ഷിച്ചിട്ടില്ല. അദ്ദേഹം ശക്തമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോൾ മറ്റൊരു സഹാബി അദ്ദേഹത്തിന് ഒരു ഇറച്ചി കഷ്ണം കൊടുത്തു. അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, 2 ദിവസമായില്ലേ ഭക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹാബി അദ്ദേഹത്തിന് ഇറച്ചി കഷ്ണം കൊടുത്തപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊരു കഷ്ണം ഭക്ഷിക്കുകയാണ്. അങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് യുദ്ധത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം സ്വന്തത്തോട് തന്നെ പറഞ്ഞു, അൻത ഫിദ്ദുന്യ ഇബ്നു റവാഹ, അല്ലയോ ഇബ്നു റവാഹ, നീ ദുനിയാവിലാണ് ഉള്ളത്. ദുനിയാവിന്റെ ഈ മാംസം കണ്ടപ്പോൾ യുദ്ധത്തെപ്പറ്റി നീ മറന്നുപോയോ എന്ന് പറഞ്ഞുകൊണ്ട് കാഫിരീങ്ങളുടെ സൈന്യത്തിലേക്ക് അദ്ദേഹം ഇരച്ചു കയറുകയും ശക്തമായി പോരാടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഇഖ്ലാസാണത്. ഒരിക്കലും അദ്ദേഹം സ്വഹാബിമാരോട് പറഞ്ഞിരുന്നത് ഞാനെന്തോ വലിയ സംഭവമാണ്, അതല്ല എങ്കിൽ ഇഖ്ലാസ് വാദിക്കുന്ന ഒരാളാണ് എന്നല്ല. ആദ്യമായി അദ്ദേഹം പറഞ്ഞ വാക്കെന്തായിരുന്നു? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹാദത്താണ് എനിക്ക് ആഗ്രഹം. അദ്ദേഹത്തിന്റെ സത്യസന്ധത അള്ളാഹു സത്യപ്പെടുത്തി. അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരണപ്പെട്ടു. അങ്ങനെ സഹോദരങ്ങളെ, സഹാബിമാർക്കൊന്നും മനസ്സിലാകുന്നില്ല. പല ആളുകളും അമീറില്ല എന്ന് കേട്ടപ്പോൾ അങ്കലാപ്പിലായി. അങ്ങനെ 3 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് സാബിത്ത് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സഹാബത്ത് പറഞ്ഞു, അങ്ങ് അമീറാകണമെന്ന് പറഞ്ഞപ്പോൾ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കതിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ, പിന്നീട് മുസ്ലിമീങ്ങളുടെ അമീറായി മാറിയത് ആരാണ്? സൈഫുൻ മിൻ സുയൂഫില്ലാഹിൽ മസ്ലൂൽ, അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാളെന്നറിയപ്പെടുന്ന മഹാനായ സഹാബി ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആദ്യമായി യുദ്ധം ചെയ്യുന്ന യുദ്ധമാണിത്, മൂഅ്ത യുദ്ധം. അദ്ദേഹമാണ് ആദ്യമായി ഇസ്ലാമിൽ വന്നതിന് ശേഷം ആദ്യമായി അദ്ദേഹം ചെയ്യുന്ന യുദ്ധമാണിത്. നമുക്കറിയാം, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിലോ ഇസ്ലാമിലോ ഒരൊറ്റ യുദ്ധത്തിൽ പോലും തോറ്റിട്ടില്ല. അത്രയും മഹാനായ സഹാബി, അത്രയും യുദ്ധത്തെപ്പറ്റി, യുദ്ധതന്ത്രങ്ങളെപ്പറ്റി അറിയുന്ന സഹാബി. അദ്ദേഹം അന്ന് രാത്രി മുസ്ലിം സൈന്യത്തോട് പറഞ്ഞു, ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്യണം, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. വലതുഭാഗത്തുള്ള സൈന്യത്തോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇടതുഭാഗത്തേക്ക് മാറണം. ഇടതുഭാഗത്തുള്ള ആളുകളോട് വലതുഭാഗത്ത് മാറാനും, മുൻഭാഗത്തുള്ള ആളുകളോട് പിൻഭാഗത്തേക്ക് മാറാനും, പിൻഭാഗത്തുള്ള ആളുകളോട് മുൻഭാഗത്തേക്ക് മാറാനും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ തന്ത്രപരമായി രാത്രിയിൽ സൈന്യത്തെ മൊത്തത്തിലൊന്ന് അഴിച്ചു പണിഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ഇതാ യുദ്ധം തുടരുകയാണ്. ഇതാ കുഫാറുകൾ 2 ലക്ഷത്തോളം വരുന്ന ആളുകൾ, അവർ കാണുന്നത് പുതിയ പല ആളുകളെയുമാണ്. അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭയം വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, നോക്കൂ, അവരുടെ മനസ്സിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് വളരെ വലിയ ഭയം വരികയാണ്. അങ്ങനെ സഹോദരങ്ങളെ, അവരെല്ലാവരും ഒരേ നിരയിൽ നിന്നപ്പോൾ അവർ അല്ലാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. ഇത് കേട്ട പാതി തന്നെ കുഫാറുകളുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഭയം. അങ്ങനെ സഹോദരങ്ങളെ, കുഫാറുകളെ അതിമനോഹരമായ രൂപത്തിൽ വളരെ ശക്തമായി കൊണ്ട് മുസ്ലിമീങ്ങൾ ഇതാ അങ്ങേയറ്റം യുദ്ധം ചെയ്യുകയാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും, ലഖദ് ഇൻഖതഅത് ഫീ യദി ഫീ യൗമി മൂസ 9 അസ്യാഫ്. മൂസ യുദ്ധത്തിന്റെ വേളയിൽ എന്റെ കയ്യിൽ നിന്ന് 9ഓളം വാളുകൾ പൊട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ശക്തമായ രൂപത്തിലുള്ള യുദ്ധം. ഇത് വലിയ ഒരു യുദ്ധതന്ത്രമാണ്. എന്ത്? മുസ്ലിമീങ്ങളോട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ അവർ റോമക്കാർ പേടിച്ചോടുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ പിറകെ പോയി എന്ത് ചെയ്യാൻ പാടില്ല? അവരെ കൊന്നുകളയാൻ പാടില്ല. അവർ തിരിച്ചു പോയിക്കൊള്ളട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? അവർ തിരിച്ചു പോകുന്ന വേളയിൽ ഉടനെ തന്നെ മദീനയിലേക്ക് മടങ്ങാം എന്നുള്ളത് ഇത് യുദ്ധതന്ത്രമാണ്. അഥവാ ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ളത്. അവർ ഭയപ്പെട്ടുകൊണ്ട് റോമിലേക്ക് തന്നെ പിന്തിരിഞ്ഞോടി. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, ഫതഹല്ലാഹു ബിയദി ഖാലിദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളാൽ മുസ്ലിമീങ്ങളെ ഇതാ വിജയിപ്പിച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. ഇതാണ് സഹോദരങ്ങളെ അവരുടെ ഈമാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബിമാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തിന് പറഞ്ഞയച്ചിട്ടുണ്ട് എങ്കിൽ അത് വിജയത്തിനുള്ള വഴിയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ധൈര്യശാലിയാണ്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ധൈര്യം വിളിച്ചോതുന്ന മറ്റൊരു സംഭവം, പേർഷ്യൻ രാജ്യങ്ങളിലും മറ്റും അദ്ദേഹം പല കത്തുകളും എഴുതാറുണ്ട്. അതിലെന്താണ് അദ്ദേഹം പറയുന്ന വാക്ക്? ലഖദ് ജിഇതുകും ബിഖൗമിൻ യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂനൽ ഹയാ. ഇതാ നിങ്ങളുടെ അടുക്കലേക്ക് നാം വന്നിരിക്കുന്ന ഒരു സമുദായമായിട്ടാണ്, ഒരു സൈന്യവുമായിട്ടാണ്. നിങ്ങൾ എങ്ങനെയാണോ ദുനിയാവിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്,
അതുപോലെ മരണത്തിനെ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളുമായിട്ടാണ് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് വളരെയധികം ഇസ്സത്തോടുകൂടി പല വാക്കുകളും പറഞ്ഞ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. നോക്കൂ സഹോദരങ്ങളെ, 7 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വൻ വിജയം. 2 ലക്ഷത്തോളം വരുന്ന ശത്രുക്കളോട് പോരാടിയിട്ടും മുസ്ലിമീങ്ങൾക്ക് നഷ്ടമായത് വെറും 12 സഹാബിമാരെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, സഹാബിമാരുടെ കൂട്ടത്തിൽ വെറും 12ഓളം ആളുകളാണ് മരണപ്പെട്ടത്. അള്ളാഹുവിലുള്ള വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ അടിയുറച്ചപ്പോൾ ഒരു ശത്രുവിന്റെ വാളിനും ഒരു സാമ്രാജ്യ ശക്തിക്കും അവരെ വകവരുത്താൻ സാധിച്ചില്ല. എന്നാൽ റോമക്കാർക്കുണ്ടായ നഷ്ടം എത്രയാണ്? അവർക്ക് 2000-ലധികം ആളുകളെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതാണ് സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈമാനോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാത്തിനുള്ള വിജയവും അള്ളാഹുവിന്റെ ദീനായി മാറും. നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ആരെങ്കിലും വല്ലതും പറയുമ്പോൾ ഈ ദീൻ എന്നെ വിട്ടെറിയാമെന്ന് പറയുന്ന ഒരു മനോഭാവം ആയിരിക്കാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, അള്ളാഹുലേക്ക് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലുള്ള ചരിത്രങ്ങൾ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നുള്ളതാണ്. സഹാബത്തിന്റെ ചരിത്രം, അതുപോലെ തന്നെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, ഇതൊക്കെ പഠിക്കാൻ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം 3 എണ്ണമാണ്. 3 ഗുണപാഠങ്ങളാണ് ഈ ചരിത്രത്തിലുള്ളത്. ഒന്നാമത്തേത് സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ബിൻ റവാഹയുടെ ആ വാക്ക് തന്നെയാണ്. നമ്മൾ യുദ്ധം ചെയ്തത് ഈ എണ്ണം കൊണ്ടോ അതുപോലെ തന്നെ ഭൗതികമായ മറ്റു ചില കാര്യങ്ങൾ കൊണ്ടോ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹു നൽകിയ ഈ ദീൻ അതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നമുക്കെതിരെ തിരിഞ്ഞാലും, ലോകരാജ്യങ്ങൾ മുഴുവൻ മുസ്ലിമീങ്ങൾക്കെതിരായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വാക്ക് നമ്മൾ ഓരോ മുഅ്മിനീങ്ങളും മനസ്സിൽ കുറിച്ചു വെക്കണം. ഏതാണ് ആ വാക്ക്? വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നൂറാകുന്ന ദീൻ, ഈ വെളിച്ചമാകുന്ന ദീൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. കാഫിരീങ്ങൾക്ക് അത് വെറുപ്പുണ്ടായാലും ശരി. നമ്മൾ അത് മനസ്സിലാക്കണം സഹോദരങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിലാരൊക്കെ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ശരി, തട്ടം കാണിച്ചുകൊണ്ടും അല്ലാതെയും മറ്റും പല വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ശരി, മുസ്ലിമീങ്ങൾ ഒരടി പോലും പിറകോട്ട് പോവുകയില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ട് ഇതുപോലുള്ള പല പ്രയാസങ്ങളുമായിരിക്കും മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പഠിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കണം. എങ്ങനെയായിരുന്നു സഹാബിമാർ ഇതുപോലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അവരെടുത്ത നിലപാടും അതുപോലെ തന്നെ അവർ എങ്ങനെയാണ് പെരുമാറിയതെന്നും നമ്മൾ ഓരോ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ദുനിയാവിന്റെ പളവളപ്പിൽ നമ്മളുടെ കണ്ണ് അത് പോകാൻ പാടില്ല. നമ്മൾ ഒരിക്കലും വഞ്ചനയിൽ അകപ്പെടാൻ പാടില്ല. അങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ മരണശേഷം നമുക്കൊരു ജീവിതം വരാനുണ്ട്. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത്. നമ്മൾ ഒരാളുകളും ജനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മരണപ്പെടും. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അത് വളരെ പ്രയാസമുള്ളതായിരിക്കും. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ മിമ്പറിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. സഹാബിമാർ വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, അവിടെ നടന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടുടനെ അവിടെ നടന്ന ഓരോ കാര്യങ്ങളും സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തു. ഇത് മുഅ്ജിസത്താണ്. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ വിശ്വാസം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് ഉഹദ് യുദ്ധത്തിൽ ചെറിയ പരാജയം നേരിടാൻ സാധിക്കുക? അന്ന് പല സഹാബിമാർക്കും പല പ്രയാസങ്ങളും ഉണ്ടായി. എത്രത്തോളം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് മുഅ്ജിസത്താണ്, അഥവാ അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യമാണ്. ഇതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം സഹാബത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ ആളുകളും റോൾ മോഡലായി കണക്കാക്കുന്നത് ആരെയാണ് സഹോദരങ്ങൾ? ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണിത്. ഏറ്റവും മോശമായ ജീവിതം നയിക്കുന്ന പല സിനിമാ നടന്മാർ, അതുപോലെ തന്നെ കായിക താരങ്ങൾ, ഇതുപോലുള്ള ആളുകളെയാണ് പല ആളുകളും റോൾ മോഡലായി നിശ്ചയിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ
ആരെയാണ് സഹോദരങ്ങളെ പിൻപറ്റേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ സ്വഹാബിമാരെയുമാണ്. അങ്ങനെയെങ്കിലേ നമുക്ക് ഈ ദുനിയാവിൽ ഏറ്റവും മനോഹരമായ ജീവിതം അത് നയിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവാരമില്ലാത്ത ഇതുപോലുള്ള ആളുകളെ നമ്മൾ പിൻപറ്റിയത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മ്ലേച്ഛമായ രൂപത്തിലുള്ള ജീവിതമാണ്. പുറംമോടിയിലല്ല സഹോദരങ്ങളെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിലുള്ള സഹാബിമാരെ പിൻപറ്റാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹാബിമാരെ പറ്റി പറയുന്നതായി കാണാൻ സാധിക്കും, അഖല്ലുഹും തകല്ലുഫ, നാട്യം എന്തെന്നറിയാത്ത ഏറ്റവും നല്ല ഹൃദയത്തിനുടമകൾ, ഏറ്റവും നല്ല രൂപത്തിൽ ആളുകളോട് പെരുമാറിയിരുന്ന ആളുകൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നah. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.